Hello my dear viewers and welcome to another fresh episode of Star Jam. കഴിഞ്ഞ ആഴ്ച പറഞ്ഞ പോലെ തന്നെ we still have Bernie Ignatius, the very talented musical duo with us with more lovely music and ഒരുപാട് വിശേഷങ്ങളുമായിട്ട്. So welcome back sir. സർ ഒരു പാട്ടിന് തന്നെ നമുക്ക് ഡിഫറെൻറ്റ് ഫീൽ കൊടുക്കാൻ പറ്റും, ഡിഫറെൻറ്റ് മൂഡ് കൊടുക്കാൻ പറ്റും എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അങ്ങനെ നിങ്ങൾ എന്തെങ്കിലും കമ്പോസിഷൻ ചെയ്തിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ഒരു ഉദാഹരണം, ഒരു കോമ്പോസിഷൻ കേൾപ്പിക്കാമോ? അത് ആകാശമെങ്കിൽ അങ്ങനെ ഒരു പാട്ട് ചെയ്തിട്ടുണ്ട്. അത് വിനയൻ്റെ പടമുള്ളതാണ്. വിനയൻ ഇങ്ങനെ രണ്ട് സിറ്റുവേഷൻ പറഞ്ഞിട്ട് പറഞ്ഞ് അത് തുടക്കത്തിലൊരു ലവ് സോങ് ആയിട്ട് ചെയ്യണം. എന്നിട്ട് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അത് പ്രേതം പാടുന്നതായിട്ടുള്ള പ്രേതത്തിൻ്റെ ഒരു എഫക്റ്റിൽ വേണം. ഇത് രണ്ടും ഒരു പാട്ടാണെങ്കിൽ കൊള്ളാം, അതല്ല നിങ്ങൾക്ക് പറ്റണില്ലെന്നാണെങ്കിൽ രണ്ട് പാട്ട് ചെയ്തോ കുഴപ്പമില്ലാന്ന്. എന്നിട്ട് ട്യൂൺ ഉണ്ടാക്കി, ഒറ്റ ട്യൂൺ ഉണ്ടാക്കിയുള്ളത്. ഉണ്ടാക്കിയിട്ട് അവിടെ ചെന്നിട്ട് പറഞ്ഞ് നിങ്ങൾ ആദ്യം പറഞ്ഞ സാധനം ഉണ്ടാക്കിയിട്ടുണ്ട്, രണ്ട് ട്യൂൺ ഒന്നും ഉണ്ടാക്കില്ല, ഒറ്റ ട്യൂൺ ഉണ്ടാക്കിയുള്ളതാണ്, കേൾക്കട്ടെ എന്ന് പറഞ്ഞു. കേൾപ്പിച്ച് കൊടുത്ത് പറഞ്ഞാൽ ഇത് കൊള്ളാം, എന്നിട്ട് രണ്ട് ഫീലിലും പാടിക്കേ എന്ന് പറഞ്ഞു. രണ്ട് ഫീലിലും പാടിക്കാൻ പറ്റി കൊടുത്ത്. ഇതൊക്കെ ഇനി എനിക്ക് പാട്ട് വേണ്ട, ഇത് മതി. അല്ല, അങ്ങനെ നമ്മളൊരു റിസ്ക് എടുത്ത് അങ്ങനെയൊക്കെ ചെയ്യാൻ ഞങ്ങൾക്ക് വലിയ ഇഷ്ടമാണ്. ആ പാട്ടൊന്നും പക്ഷേ ഒരു മൂഡ് കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് പാട്ടിൻ്റെ ഒപ്പം തന്നെ ഓർക്കസ്ട്രയും അതിൻ്റെ മൊത്തം എഫക്ട് വരുമ്പോഴാണ് കറക്റ്റ്. പ്രയോഗിക്കുന്ന ഇൻസ്ട്രുമെന്റുകൾക്കും എഫക്റ്റുകൾക്കും വ്യത്യാസം വരും. അതിന്റെ പ്രയോഗത്തിന്റെ എഫക്ട് ഒന്നും ലവ് സോങ്ങിൽ വരേണ്ട ആവശ്യമില്ല. അപ്പോൾ അതിന് വേറെ രണ്ട് ഡിഫറെന്റ് ആയിട്ടുള്ള. പിന്നെ ആ മൂഡ് കറക്റ്റ് ആയിട്ട് കൊണ്ടുവരാൻ പറ്റിയ ഗന്ധർവനും ഗന്ധർവിയൊക്കെയാണ് നമുക്കുള്ളത്. ദാസേട്ടനും ചിത്രയൊക്കെയാണ് പാടിയിരിക്കുന്നത്. അതാണ് ലവ് സോങ് പാടാം. പുതുമഴയായി വന്നു നീ, പുളകം കൊണ്ടു പൊതിഞ്ഞു നീ, ഒരേ മനസ്സായി ഉടലറിയാതെ ഉയരറിയാതെ ഉണരൂ നീ എൻ ജീവനായി വരൂ നിശാഗീതമാ. ഇതാണ് റൊമാൻറ്റിക് മൂഡ് വന്നത്. പഴയ കാലത്തൊരു മൂഡാണ്. പുതുമഴയായി വന്നു നീ, ഉലകം കൊണ്ട് പൊതിഞ്ഞു നീ, ഒരു മനസ്സായി ഉടലറിയാതെ ഉയരറിയാതെ അണയോ നീ എൻ ജീവനായി വരൂ നിശാഗീതമാ. ചിത്രം പാടുമ്പോഴത്തേക്കും പുതുമഴയാ ഇങ്ങനെ നീട്ടിയാണ് വിളിച്ചു പാടും. ചിത്രയുടെ ഒരു സിംപ്ലിസിറ്റി അതിനകത്ത് നമുക്ക് മനസ്സിലായി. എന്നുവെച്ചാൽ പാടിക്കൊണ്ടിരിക്കാൻ നേരത്ത് കുറച്ച് പാടിക്കുമ്പോഴേ മനസ്സങ്ങോട്ട് സെറ്റ് ആവുള്ളൂ പ്രേതത്തിലേക്ക്. അപ്പോൾ പാടിക്കൊണ്ടിരുന്ന പ്രേതം തുടങ്ങിയിട്ടില്ല. അപ്പോൾ ഞാൻ പറഞ്ഞത് ഇങ്ങനെ പാടിയിട്ടുണ്ടെങ്കിൽ ശരിയാവില്ല. ഇതിപ്പോൾ അങ്ങനെ പാടിക്കുമ്പോഴത്തേക്കും കേൾക്കുന്ന ആളുകൾ പറയും ഇത് സുശീലമ്മ ജാനകിയമ്മക്ക് പാടണമല്ലേ, ഇതിനേക്കാളും ഭയങ്കര എഫക്റ്റ് വന്നതുകൊണ്ട്. അവർ ചിത്രം അവിടെ നിന്ന് അതല്ലെങ്കിൽ അവർ പറഞ്ഞ എഫക്റ്റ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. വലിയ ആൾക്കാരില്ലേ, അപ്പോൾ നമ്മൾ എന്നാൽ നോക്കിക്കളയാം ശരിയായിക്കളെന്ന് പറയുമെന്ന് വിരിച്ചത്. നമ്മൾ അങ്ങനെയല്ല, നമ്മൾ അവിടെ കുമ്പിൾ പിടിച്ച് ചേർന്നാളെന്ന് പറഞ്ഞാൽ അത് അതൊരു സിംപ്ലിസിറ്റിയാണ്. ശരിക്കും ഇത്ര സൂപ്പറായിട്ട് പാടിയിട്ടുണ്ട് ആ സാധനം. പക്ഷേ ഞാനത് വലിയ പാട്ടുകാരിയാണെന്നുള്ളൊരു മനസ്സിൽ തോന്നിക്കില്ല സംസാരം കേട്ടത്. അപ്പോൾ അങ്ങനെ ഒരു പാട്ട് പാടിക്കൊണ്ടിരിക്കുമ്പോൾ മദ്രാസിൽ വെച്ചാണ് അത് പാടിയത് അല്ലേ? മദ്രാസിൽ പാടി ഇവിടെ പാടി. മദ്രാസിൽ പകുതി ആയപ്പോഴത്തേക്കും ചിത്ര പറഞ്ഞു ഇത് എനിക്ക് തൽക്കാലത്തേക്ക് ഇവിടെ വെച്ച് നിർത്താം, എന്നിട്ട് ഞാൻ നിങ്ങളുടെ നാട്ടിൽ കൊച്ചിയിൽ വന്നിട്ട് പാടാം, എനിക്ക് വരുന്നുണ്ട്. അപ്പൊ ഒന്നും കൂടെ ഒന്ന് മനസ്സിലൊന്ന് കയറ്റിട്ട് വേണം പാടാം. അത് അവർക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒറ്റയടിക്ക് പാടി പോകാവുന്നേ ഉള്ളൂ. ഞങ്ങളെ സംബന്ധിച്ചോളം അവിടെ പാടിയതും ഹാപ്പി ആയിരുന്നു. പക്ഷെ അവർക്ക് പെർഫെക്ഷൻ ഇനി വേണം. ഞാൻ മനസ്സിലിരുന്ന് ഒന്നും കൂടെ ഒന്ന് ഹൃദയസ്ഥമാക്കിയിട്ട് ഒന്നും കൂടെ പല പാട്ടും പാടുന്നുണ്ട്. പൂനിലാമഴ, അങ്ങനെ രണ്ട് ദിവസം ചന്തക്കാളിന്തി 2 ദിവസം കൊണ്ട് പാടിയത്. പാടിയിട്ട് എനിക്ക് തൃപ്തിയായില്ല എന്ന് പറഞ്ഞ് പാടി പിറ്റേ ദിവസം വീണ്ടും പാടും. അത് ശരിയായിട്ടുള്ള ഒരു ആർട്ടിസ്റ്റിന്റെ ജന്മസിദ്ധമായ വാസന അത്ര ഉണ്ട്. അപ്പൊ അവർക്കറിയാം ഇത് ഇന്ന സ്ഥലത്താണ് എത്തേണ്ടത് ഇതിന്റെ ട്യൂൺ, അതുകൊണ്ട് എനിക്ക് എത്ര എത്തിക്കണം. അത് മാത്രമല്ല അങ്ങനെയുള്ള ഒരു പാടുമ്പോഴുള്ള നമ്മളൊരു ട്യൂൺ ഒരു ഫീൽ ഉദ്ദേശിച്ചിട്ടായിരിക്കും ചിലപ്പോൾ ഇത് കമ്പോസ് ചെയ്യുന്നത്. ഇത്രയും വലിയ പാട്ടുകാർ പാടുമ്പോൾ നമ്മൾ ഉദ്ദേശിച്ചതിന് മുകളിൽ പോകും. അവരൊരു ആ പാട്ടിന്റെ ഒരു വളർച്ച നമുക്ക് മനസ്സിലാവും. ദാസേട്ടനൊക്കെ പാടുമ്പോഴുള്ള ഒരു ഗുണം അതാണ്. അതെ.
അത് മുഹമ്മദ് റാഫിയെ പറ്റിയൊക്കെ അങ്ങനെ ലതാ മുൽക്കറെ പറ്റിയൊക്കെ മ്യൂസിക് ഡയറക്ടർമാർ പറഞ്ഞിട്ടുള്ളതാണ്. ഒരു യുഗത്തിൽ ഓരോരുത്തരൊക്കെ വന്ന് പോകണമെന്ന് പറഞ്ഞാൽ അതൊരു ജന്മം. അങ്ങനെ നമുക്കൊരു ഭാഗ്യം കിട്ടി. അങ്ങനെ പറയുമ്പോൾ നമ്മൾ പുതിയ സിംഗേഴ്സിലേക്ക് വരികയാണെങ്കിൽ വളരെ ഒരുപാട് പുതിയ സിംഗേഴ്സിനെ ബണി ഇഗ്നേഷ്യസ് ഒരുപാട് പേര് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് അല്ലെ. കുറച്ച് സിംഗേഴ്സിന്റെ പേര് ഒന്ന് പറയാമോ? അങ്ങനെ കുറച്ച് പുതിയ ഇൻട്രൊഡ്യൂസ് മധുബാലകൃഷ്ണൻ, അഫ്സൽ അല്ലേ, പിന്നെ ഇഷ്ടപ്പെട്ട ഒരു മെയിൽ ഫീമെയിൽ സിംഗർ. എന്തൊക്കെ പറഞ്ഞാലും ഗന്ധർവന്മാരായിട്ട് ആരും വന്നിട്ടില്ല. ഇത്തിരി നല്ല പാട്ടുകാരുണ്ട് നമുക്ക്, ഒരുപാട് നല്ല. എല്ലാവരും കൂടി ചേർന്നുണ്ടെങ്കിൽ നമുക്കൊരു ഗന്ധർവ ലോകം സൃഷ്ടിക്കാൻ പറ്റുന്നതാണ്. പക്ഷെ അതിനുള്ള, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, അതിനുള്ള ഒരു മറ്റുള്ള സാഹചര്യങ്ങൾ ഒത്തുവരണം. അതിന് പറ്റിയ പാട്ടുകൾ കിട്ടണം, അതിന് പറ്റിയ സിറ്റുവേഷൻസ് കിട്ടണം, അതിന് പറ്റിയ കഥ കിട്ടണം. അതുകൊണ്ട് നമ്മൾക്ക് ഒരു ആവശ്യമില്ലാത്ത ഒരു മെലഡി ചേരാത്ത സ്ഥലത്ത് കൊണ്ട് കുത്തി ചേർക്കാൻ പറ്റില്ലല്ലോ. ഒരു ക്ലാസിക്കൽ വേണ്ടാത്ത സ്ഥലത്ത് കൊണ്ട് കുത്തി തീർക്കാൻ പറ്റില്ല അല്ലേ. അപ്പൊ എന്ന് പറയുന്ന പോലെയാണ് അതിന്റെ സാഹചര്യം എല്ലാം കൂടെ ഒത്തുകൊണ്ട്. ദാസേട്ടന് കിട്ടിയ അനുഗ്രഹം എന്ന് പറഞ്ഞാൽ ആ കാലഘട്ടം അങ്ങനെയായിരുന്നു. എല്ലാവരും ലെജൻസ് ആയിരുന്നു. അപ്പൊ അതുകൊണ്ട് അത് നോക്കിയിട്ട് കാര്യമില്ല. പിന്നെ ഇപ്പോഴത്തെ ഒരു ഡ്രോബാക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, പണ്ട് കാലത്ത് ഞാൻ പറഞ്ഞത് തേന്മാവൻ കുമ്പത്ത് റെക്കോർഡ് ചെയ്യണ സമയത്തും കൂടി രാവിലെ മുതൽ വൈകുന്നേരം വരെ ഓർക്കസ്ട്രയോടൊപ്പം പാടിയിട്ടാണ് റെക്കോർഡ് ചെയ്യണത്. വൈകുന്നേരം നമ്മൾ റെക്കോർഡ് ചെയ്യണത്, അല്ലെങ്കിൽ അത് കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെ. അപ്പോഴും നമ്മുടെ മനസ്സിലാതെ ഉണ്ടാവും. ഇപ്പൊ അതല്ല, എല്ലാവരും ഞങ്ങളൊക്കെ ഓർക്കസ്ട്രയൊക്കെ നേരത്തെയൊക്കെ പ്ലാൻ ചെയ്ത് കമ്പ്യൂട്ടറിലൊക്കെ ഫീഡ് ചെയ്ത് ഫ്ലൂട്ട് വായിക്കാനുള്ള ഫ്ലൂട്ട് വായിച്ച്, കോറസ് പാടാനുള്ള പാടി, വയലിനൊക്കെ വായിച്ച ശേഷം പിന്നെ പാട്ടുകാരൻ വിളിക്കുമ്പോഴത്തേക്കും അദ്ദേഹത്തിന് ആ പാട്ടുമായിട്ട് ബന്ധപ്പെടാൻ പറ്റുന്ന ഒരു 2-3 മണിക്കൂറായിരിക്കും. അപ്പം അത്രേ കിട്ടുള്ളൂ. മോഡേൺ സിനിമകൾ, ന്യൂ ഏജ് സിനിമകൾ എന്ന് പറഞ്ഞ് വരുമ്പോൾ അപ്പോൾ അങ്ങനത്തെ ഉള്ള പാട്ടിലേക്കുള്ള ഡിഫറൻസസ്, കൂടുതൽ വേൾഡ് മ്യൂസിക് ഇൻഫ്ലുവൻസസ് ഉപയോഗിക്കാറുണ്ടോ? അല്ലെങ്കിൽ നമ്മുടെ മലയാളം മ്യൂസിക് ഇൻഡസ്ട്രിയിൽ കൂടുതൽ വേൾഡ് ഇൻഫ്ലുവൻസസ് എന്ന് പറഞ്ഞാൽ? തീർച്ചയായിട്ടും. ഇപ്പോൾ നമുക്ക് എന്ത് കാര്യത്തിനാണെങ്കിലും ഇപ്പോൾ ഇന്റർനെറ്റിലോ അല്ലെങ്കിൽ ഇപ്പോൾ എല്ലാ കാര്യങ്ങളും നമുക്ക് കിട്ടുമല്ലോ. ഇപ്പോൾ കമ്പ്യൂട്ടറിന്റെ സഹായത്താൽ ലോകം മുഴുവനുള്ള എല്ലാ മ്യൂസിക് തീർച്ചയായിട്ടും ഉപയോഗിക്കുന്നുണ്ട്. ഞങ്ങളുടെ പല മ്യൂസിക്കും എടുത്ത് നോക്കി അറിയാൻ പറ്റും. അതിൻ്റെ അകത്ത് റിതം ഇൻസ്ട്രുമെന്റ് ആയാലും മറ്റേ മെലഡി ഇൻസ്ട്രുമെന്റ് ആണെങ്കിലും ഒക്കെ നമ്മളിവിടെ കാണുന്ന ഇന്ത്യൻ ഇൻസ്ട്രുമെന്റ് മാത്രമല്ല, എല്ലാ ടൈപ്പ് ഇൻസ്ട്രുമെന്റ്, ലോകത്തിൽ എന്തൊക്കെ ഇൻസ്ട്രുമെന്റ് ഉണ്ടോ അതെല്ലാം നമുക്ക് ആപ്റ്റായിട്ട് ഉപയോഗിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. നമ്മുടെ സംസ്കാരത്തിലേക്ക് ഒട്ടും ചേരാത്ത ഉണ്ടാവും. സംസ്കാരമായിട്ട് ചേർന്ന് പോകുന്ന, നമ്മുടെ നേറ്റിവിറ്റി ആയിട്ടൊക്കെ ചേർന്ന് പോകുന്ന ടോൺസ് ഉപയോഗിക്കുന്നത്. കുറച്ച് ഇന്റർനാഷണൽ പോപ്പ് സ്റ്റാർസ് ഒക്കെ തബല യൂസ് ചെയ്യുന്നതായിട്ട് അവരും അതുപോലെ ചെയ്യുന്നുണ്ട്. നേരത്തെ മുതലേ ചെയ്യുന്നുണ്ട്. സുബിൻ മേത്തയും രവിശങ്കറും കൂടിയുള്ള ആൽബം എത്രയോ 50 വർഷം മുമ്പ് തന്നെ ഹിറ്റല്ലേ ലോകം മുഴുവൻ. അപ്പൊ ഈസ്റ്റ് ഇന്ത്യയും വെസ്റ്റ് ഇന്ത്യയും ഫ്യൂഷൻ നേരത്തെ മുതൽ ഉണ്ട്. ഇപ്പൊ അത് ഇന്റർനെറ്റും കമ്പ്യൂട്ടറൊക്കെ വന്നപ്പോഴത്തേക്കും വളരെ വ്യാപകമായി മാത്രം. ചില ഇൻസ്ട്രുമെന്റിന്റെ ടോൺ എടുത്തിട്ട് അത് മാറ്റം വരുത്തിയിട്ട് പുതിയ ടോൺ ആക്കി എടുക്കാറുണ്ട്. അതെ. ഇപ്പൊ മലയാളി പെണ്ണിൽ ചെയ്തിട്ടുണ്ടല്ലോ, മലയാളി പെണ്ണ് എന്നുള്ള പാട്ട്. സാധാരണ ടോൺ എടുത്തിട്ട് സാധനം ഇല്ല അതിനകത്ത്, പാടിന്റെ ഇടയിൽ കൂടി പാട്ട് ഓരോ വരികളുടെ ഇടയിൽ മലയാളി പെണ്ണേ നിന്റെ മുഖശ്രീലായിരം പൂവിരിയും സിന്ദൂര സൂര്യോദയം. പാദസരം കിലുങ്ങുന്ന പാദങ്ങളിൽ അത് സിത്താറാണ് ശരിക്കും. അത് എടുത്തിട്ട് പ്രോസസ് ചെയ്താണ്. അത് വേറൊരു ടോണായി. സിത്താറില്ല. ഇന്ത്യൻ ടോൺസ് എടുത്തിട്ട് വെസ്റ്റേൺ പോലെ ആക്കിയെടുക്കാം, വെസ്റ്റേൺ ടോണത്ത് ഇന്ത്യൻ പോലെ ആക്കിയെടുക്കാം, എന്ത് വേണം ചെയ്യാം. നിങ്ങൾ പറയുന്ന ലൈക്ക് മ്യൂസിക് കമ്പോസ് ചെയ്യാനായിട്ട് യാതൊരു ലിമിറ്റും ഇല്ല. അപ്പോൾ നമുക്ക് ഏത് ഇൻസ്ട്രുമെന്റ്സും അതിന്റെ സൗണ്ട് പ്രോസസ് ചെയ്ത് എങ്ങനെ വേണമെങ്കിലും എടുക്കാം അല്ലേ. അപ്പോൾ ദാറ്റ് മീൻസ് ഒരുപാട് പുതിയ ട്യൂൺസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്. ട്യൂൺസ് നമ്മുടെ മനസ്സിൽ നിന്ന് തന്നെ വേണം. നല്ല ട്യൂൺ വന്നെങ്കിൽ, അല്ലാണ്ട് വെറുതെ കമ്പ്യൂട്ടറിൽ കുറെ ശബ്ദങ്ങൾ കേട്ടിട്ട് കുറെ ട്യൂൺ നമ്മൾ അത് അനുസരിച്ച് പുറകെ പോയിട്ട് എന്തെങ്കിലും ഉണ്ടാക്കിയെടുത്ത് അതിനകത്തുള്ള ഇറക്കി പോയിട്ട് ഹെൽപ്പ് ചെയ്യാനായിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിനൊരു പുതുമ ഉണ്ടാക്കിയെടുക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇന്നലെ കേൾക്കാത്ത. അപ്പൊ ഒരുപാട് പ്രൊഡ്യൂസേഴ്സ് അല്ലെ, ഡയറക്ടേഴ്സ് ഉണ്ടാവും, ലിഫ്റ്റ് ചെയ്തിട്ടുള്ള ട്യൂൺസ് അതേപോലെ തന്നെ കൊണ്ടുവന്നിട്ട് എനിക്ക് അതേപോലത്തെ പാട്ട് തന്നെ വേണം, അല്ലെങ്കിൽ കോപ്പി ചെയ്തിട്ടുള്ള അതേ സാധനം തന്നെ വേണം എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ ജോബ് എന്ന് പറയുന്നത് അത് ഡീമോറലൈസ് ചെയ്യുകയല്ലേ. അതായത് നമ്മൾ ചെയ്യേണ്ടത്, നിങ്ങൾക്ക് ഹൃദയത്തിൽ ട്യൂൺസ് ഉണ്ട്, നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ട്യൂൺസ് ഉണ്ട്, പക്ഷെ അതേപോലത്തെ സാധനം കൊണ്ടുവന്നിട്ട് ഈ അറബിക് പാട്ട് കൊണ്ടുവന്നിട്ട് എനിക്ക് ഇതേപോലത്തെ ഒരു അല്ല. അത് ആ വേറെ ഏതെങ്കിലും ഒരു പാട്ട് കേൾക്കുമ്പോൾ ഒരു ഡയറക്ടർക്ക് അല്ലെങ്കിൽ ക്രിയേറ്ററുടെ മനസ്സിൽ ഈ വിഷ്വലും ഇതുമായിട്ട് അങ്ങോട്ട് സെറ്റായി പോയിട്ടുണ്ടാവും. അപ്പോൾ ആ പടത്തിൻ്റെ ഒരു വിജയത്തിൻ്റെ ഒരു ഘടകമായിട്ട് അവരുടെ മനസ്സിൽ ധരിച്ചു പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ പിന്നെ അതിൽ തർക്കിക്കല്ല ഉണ്ട്. ആ പടത്തിൻ്റെ വിജയത്തിന് വേണ്ടി നമ്മൾ കോംപ്രമൈസ് ചെയ്യുന്നുണ്ട്. കോംപ്രമൈസ് സിനിമ എന്ന് പറഞ്ഞാൽ അതൊരു വ്യവസായമാണ്. അതല്ല നമ്മൾ ശുദ്ധ സംഗീതം മാത്രം തരുവുള്ളൂ എന്നൊക്കെ പറഞ്ഞ് വാശി പിടിക്കുന്നത് ശരിയല്ല അവിടെ. അതുകൊണ്ടാണ് പലപ്പോഴും പലർക്കും അങ്ങനെ ചെയ്യേണ്ടതായിട്ട് വരുന്നത്. ചെയ്യാൻ പറ്റാഞ്ഞിട്ടല്ല അത്.
പല മ്യൂസിക് ഡയറക്ടർമാർക്കും പല ടെക്നീഷ്യൻസിനും അങ്ങനെ പറ്റിയിട്ടുണ്ട്. അപ്പം ഞങ്ങൾക്ക് മാത്രമല്ല, ചിലപ്പോൾ ഇംഗ്ലീഷ് മ്യൂസിക് വേറെ ഏതെങ്കിലും ഒരു ഭാഷയിലെ ഒരു ടെക്നിക്ക്, ഒരു ടേക്കിംഗ് ടെക്നിക്ക് ഒരു ക്യാമറാമാനോട് പറഞ്ഞു ഇന്ന ആംഗിളിൽ തന്നെ എടുക്കണം, എനിക്ക് ഇതേപോലെ കിട്ടണമെന്ന് പറഞ്ഞാൽ ഇല്ല, അത് അതിൻ്റെ അകത്ത് എടുത്തു പോയാൽ എനിക്ക് പറ്റില്ല എന്ന് പറയാൻ പറ്റില്ല. കാരണം ഇതൊരു വ്യവസായമാണ് ഈ സിനിമ എന്ന് പറഞ്ഞാൽ. അത് വിജയിക്കേണ്ടതും അതിൽ പണം മുടക്കിയ ആൾക്ക് പണം കിട്ടേണ്ടതും നമ്മളുടെയും കൂടി ആവശ്യമാണ്. അപ്പോൾ അതിനുവേണ്ടി നമ്മളുടെ ഇൻഡിവിജ്വാലിറ്റിക്ക് വേണ്ടി നമ്മളങ്ങോട്ട് വില പിടിക്കുകയല്ല വേണ്ടത്, നമ്മൾ അവരോട് കോപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. ഇത് തന്നെ കൃഷിയായിട്ടിരിക്കേണ്ടത്. അത് സ്ഥിരം തന്നെ വേറെ പാട്ട് ചെയ്യാനും പറ്റൂല. അതിനാണ് ഈ ഒറിജിനൽ മ്യൂസിക് ഡയറക്ടർമാരും ഡ്യൂപ്ലിക്കേറ്റ് മ്യൂസിക് ഡയറക്ടർമാരെന്ന് പറഞ്ഞാൽ, വ്യാജ മ്യൂസിക് ഡയറക്ടർമാരെന്ന് പറഞ്ഞാൽ. ഇവിടെ മലയാളത്തിൽ ഇൻഡസ്ട്രിയിൽ ധാരാളം വ്യാജ മ്യൂസിക് ഡയറക്ടർമാരുണ്ട്. അവരിങ്ങനെ വരുമ്പോൾ അങ്ങനെ വന്നുകൊണ്ടിരിക്കും. മറ്റു ഭാഷകളിലും ഉണ്ടെങ്കിലും ഇത്തരം സപ്പോർട്ട് ചെയ്യണില്ല അവരാ. മലയാളത്തിലാണ് അതിന് വ്യാജ മ്യൂസിക് ഡയറക്ടർമാർക്ക് കൂടുതൽ വളരാനുള്ള സാഹചര്യമുള്ളത്. അത് ഇൻഫ്ലുവൻസ് കൊണ്ട് അവസരങ്ങൾ ധാരാളം കിട്ടും. സംഗീതം കൊണ്ട് ഇല്ലെങ്കിലും സ്വാധീനം കൊണ്ട് കിട്ടും ധാരാളം പടങ്ങൾ. കുറേ നാൾ നിൽക്കും, അതുമാതിരി പോവുകയും ചെയ്യും. ഒറിജിനൽ മ്യൂസിക് ഡയറക്ടർമാരായിട്ടുള്ള ആളുകൾ അതിങ്ങനെ സസ്റ്റെയിൻ ചെയ്യും അവരുടെ. അതേപോലെ മ്യൂസിക്കിന് ഒരുപാട് ഇപ്പോൾ ഒരു വളരെ ഫേമസ് ആയിട്ടുള്ള ട്യൂൺസ് ക്രിയേറ്റ് ചെയ്ത മ്യൂസിക് ഡയറക്ടേഴ്സ് ആണ് എൻ്റെ ഫ്രണ്ടിൽ ഇരിക്കുന്നത്. അങ്ങനെ ഒരുപാട് സോങ്സിന് ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് കവേഴ്സ് അല്ലെങ്കിൽ ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് രീതിയിൽ പാട്ട് പാടുന്നുണ്ട്. ഇപ്പോൾ ഒരു പാട്ട് തന്നെ കള്ളിപ്പുങ്കുയിൽ എന്നുള്ള പാട്ട് ഇപ്പോൾ ഒരു ആർട്ടിസ്റ്റിൻ്റെ ചിലപ്പോൾ അതൊരു വേറെ രീതിയിലാക്കാം, കുറച്ചും കൂടി സ്ലോ ആക്കാം, അല്ലെങ്കിൽ ഫാസ്റ്റ് ആക്കാം, കൂടുതൽ അതിൻ്റെ അകത്ത് വെസ്റ്റേൺ അങ്ങനെ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ പല ആർട്ടിസ്റ്റും തന്നെ ഞാൻ കണ്ടിട്ടുണ്ട്. ഫേമസ് ആയിട്ടുള്ള പാട്ടുകൾ അവരുടേതായിട്ടുള്ള പുതിയ ഇന്നോവേഷൻ വെച്ചിട്ട് പുതിയ രീതിയിലൊക്കെ ആവിഷ്കരിക്കുന്നു. അത് നല്ല കാര്യമാണത്. ചിലത് നമ്മൾ ഭയങ്കര മോശമായി കളഞ്ഞില്ല എന്ന് തോന്നിക്കും. ഇതങ്ങനെ വന്നാറില്ല. നല്ല പല പാട്ടുകളും വളരെ രസമായിട്ട് ഇതിങ്ങനെയും പാടുമ്പോൾ ഒരു രസം അത് നന്നായിട്ടേ തോന്നിയിട്ടുള്ളൂ. തീർച്ചയായിട്ടും അത് നല്ല രീതിയിലാണെങ്കിൽ. അതേസമയം ഇപ്പൊ നിങ്ങൾ തന്നെ ഇപ്പൊ വിളിച്ചു കൊടുന്നു പറഞ്ഞാൽ ഹാർമോണിയം, പഴയ ഹാർമോണിയം, ബുൾബുളും ഒക്കെ ജനങ്ങളെ കാണിക്കണം, അതിനെപ്പറ്റി പറഞ്ഞു കൊടുക്കണം എന്ന് പറയുന്നതിന് വലിയൊരു കാര്യമാണ്. നമ്മുടെ സംസ്കാരവും ഒക്കെ ആൾക്കാരെ അറിയിക്കണം എന്ന് പറയുന്ന പോലെ നമ്മളുടെ സംസ്കാരത്തിൽ ഒതുങ്ങി നിന്നുകൊണ്ട്, അല്ലെങ്കിൽ വിദേശ സംസ്കാരങ്ങളിൽ അതിന്റെ നന്മയിൽ ഒതുങ്ങി നിന്നുകൊണ്ട് നല്ലൊരു കാര്യങ്ങൾ അവതരിപ്പിക്കണം നല്ലത് തന്നെയാണ് എപ്പോഴും. ലൈക്ക് ബിക്കോസ് ഇൻ ഹോളിവുഡ് അവർ ഇപ്പം ഏതെങ്കിലും അല്ലെങ്കിൽ വേറൊരു പോപ്പ് മ്യൂസിക് ഒക്കെ ആണെങ്കിൽ അവർ കവേഴ്സ് ഉടനെ അവർ സ്യൂ ചെയ്യും. ഇപ്പം എൻ്റെ വേറെ ആയിട്ട് യൂസ് ചെയ്തു എന്ന് പറഞ്ഞു. പക്ഷേ ഇതിപ്പോൾ ഒരു വേൾഡ് സെൻസേഷൻ ആയി തീർന്നിരിക്കുകയാണ്. പാട്ട് ഒരാൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് വേറെ ലീഗൽ സൈഡ് നമ്മൾ പറയുന്നില്ല, പക്ഷേ നമ്മളല്ലാതെ ബട്ട് യു അപ്രീഷിയേറ്റ് ഇറ്റ്. ഇപ്പം നിങ്ങൾ കമ്പോസ് ചെയ്ത ഒരു പാട്ട് ഒരാൾ ഡിഫറെന്റ് കവർ ഈ അടുത്ത് തന്നെ നമ്മുടെ പ്രോഗ്രാം നിലാപ്പൊങ്കലാലോ എന്നുള്ള പാട്ട് വേറെ രീതിയിൽ അവതരിച്ചപ്പോൾ കേട്ടപ്പോഴത്തേക്ക് നമുക്ക് വളരെ സന്തോഷം തോന്നി. അത് നമ്മൾക്കല്ലാണ്ട് ഞങ്ങളുടെ ചെയ്ത അതേ ട്യൂൺ അതേ മൃഗം തന്നെയായിരുന്നു ഈ പാടിയില്ലല്ലോ എന്നുള്ളതല്ല. അത് അയാളുടെ ഭാവന നല്ല കാര്യമാണ്. അത് നമ്മളുടെ ഐഡിയയുടെ ഇടയിൽ കൂടി അയാളുടെ ഒരു പുതിയൊരു സംഭവം കൂടി പുതിയൊരു അനുഭവം കിട്ടിയില്ലേ. അതിൻ്റെ ഒരു ഗാനമേളൊക്കെ പണ്ട് പാടിയിരുന്ന പോലെ തന്നെ സ്ഥിരമായിട്ട് ഇങ്ങനെ പാടിക്കൊണ്ടിരിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അതിനേലും നല്ലത് കുറച്ചും കൂടി മനോഹരമാണ്. ഞങ്ങളവിടെ പോയിരുന്നത് കേട്ടുകൊണ്ടിരിക്കുന്നു. ആ സമയത്ത് ആസ്വദിക്കുന്നവരെല്ലാവരും തന്നെ അത് ഒരു ആകാംക്ഷയോടെ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നു. നിലാപ്പൊങ്കല് പുതിയൊരു വെർഷൻ അതിൻ്റെ. അപ്പോൾ ഞങ്ങൾക്ക് മാത്രം അത് ഇഷ്ടപ്പെടില്ല. അത് ഞങ്ങൾ ഉണ്ടാക്കിയ പാട്ട് ഇങ്ങനെ തോന്നിയാസം കാണിച്ചെന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല ശരി. ഇത്രയും ഒരു മാസം ആളുകൾ ഇരുന്നിങ്ങനെ അത് നല്ല രസമായിട്ട് പാടിക്കൊണ്ടിരിക്കണം. അത് ശുഭ പാടിയ പോലെയുള്ള ഉച്ചാരണ പ്രശ്നങ്ങളൊന്നുമില്ല, ക്ലീൻ ആയിട്ട് പാടുന്നത്. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു വേറെ ഓർക്കസ്ട്രേഷനും അല്ല, വേറെ പുതിയ ഓർക്കസ്ട്രേഷൻ. അപ്പോൾ അതിൻ്റെ അർത്ഥം അതേ ആ കൺസ്ട്രക്ഷനിൽ ഒതുങ്ങി നിന്നുകൊണ്ട് പുതിയൊരു അനുഭവം കൊടുക്കല്ലേ. അപ്പൊ അപ്പോഴല്ലേ മ്യൂസിക് വളരുള്ളൂ. മോശമാക്കിയില്ലല്ലോ, നന്നാക്കി. ലോകം മുഴുവൻ അങ്ങനെയുള്ള ഒരു ആംഗിളിൽ കൂടി പോകുന്നതിന്റെ പേരിലാണ് ഇത്രയധികം ആരാധകർ കപ്പ TV. കപ്പ TVയുടെ എല്ലാ മ്യൂസിക് പ്രോഗ്രാമുകളും ഒരുപാട് വ്യൂവേഴ്സ് ഉള്ളത് അതുകൊണ്ടാണ്.